Makkals, welcome back to Silent Learning. It's me, Sri Bhama SB. എല്ലാ മക്കളും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ മക്കളെ ഇന്ന് മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും നമ്മുടെ വജ്ര ബാച്ചിന്റെ മുത്തുമണികളായിരിക്കും അല്ലെ. വജ്ര ബാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ 6ാം ക്ലാസ്സിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് വജ്ര ബാച്ച്. അപ്പൊ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടും നിങ്ങൾ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്തില്ലേ? അപ്പൊ എന്താണ് ഫാൽക്കൺ ബാച്ച്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ നിങ്ങളോട് ചോദിക്കും എന്താണ് ഭാവിയിൽ നിങ്ങൾക്ക് ആഗ്രഹം എന്ന്. അപ്പം നിങ്ങൾ പറയും ഡോക്ടർ, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം അതിന് വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഒരുപാട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈ പ്രായത്തിലേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം മക്കളെ? കഷ്ടപ്പെടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച് ഉള്ളത്. അപ്പൊ ഫാൽക്കൺ ബാച്ചിലോട്ട് എങ്ങനെയാണ് വജ്ര ബാച്ചിലുള്ള മക്കൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള ഓപ്ഷനാണ് മിസ് എന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാ മക്കളും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ സൈലത്തിന്റെ ആപ്പ് പർച്ചേസ് ചെയ്ത് റെഡിയാക്കി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. നിങ്ങൾ 6ാം ക്ലാസ്സിന്റെ മക്കളായതുകൊണ്ട് തന്നെ മുകളിൽ 6th സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഇന്റർഫേസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഫാൽക്കൺ ബാച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോ ബൈ ചാൻസ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലോട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ആ മുകളിലുള്ളത് വേറെ ഏതെങ്കിലും ക്ലാസ് ആണ് കിടക്കുന്നെങ്കിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പ്ലോർ അതർ എക്സാംസ് കൊടുത്ത് സ്കൂൾ പ്രിപ്പറേഷൻ കൊടുത്ത് 6th സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ എത്താൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫാൽക്കൺ ബാച്ചിനെ പറ്റിയാണ്. കണ്ടോ, ഫൗണ്ടേഷൻ ക്ലാസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം ആസ്പിറൻസ് അല്ലെ. കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും DPPസും ക്വിസസും ഒക്കെ നിങ്ങൾക്ക് എന്താണ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് ഓറിയന്റഡ് ആയിട്ടല്ല, മറിച്ച് കോമ്പറ്റേറ്റീവ് എക്സാം വലിയ വലിയ പരീക്ഷ നീറ്റ് ജെഇ എന്നൊക്കെ പറയും. ഒക്കെ വലിയ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കും എന്താണെന്നൊക്കെ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാനും പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. റെഡി? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് ബൈ ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. ഞാൻ ബൈ നൗ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു ഭാഗത്തോട്ട് എത്തി. കൂപ്പൺ കോഡ്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു മുമ്പത്തെ പ്രാവശ്യം 5ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മക്കള്, ഇപ്പൊ നിങ്ങൾ 6ലാണല്ലോ, 5ൽ എൻറോൾ ചെയ്ത ബാച്ചിൽ ഓൾറെഡി ഉള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൂപ്പൺ കോഡും ഇനി അവൈലബിൾ ആകാൻ പോവുകയാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് വരും. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, റെഡി? അപ്പൊ അതുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൂപ്പൺ കോഡ്സ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് ടു ബൈ എന്നൊരു ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്രൊസീഡ് ടു ബൈ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസിലോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ഇതാ UPI ഉണ്ട്, UPIയിൽ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെ എല്ലാം ഉണ്ട്. കാർഡ്സ് ഉണ്ട്, ലൈക്ക് നെറ്റ് ബാങ്കിങ് ഉണ്ട്. അപ്പൊ ഏതാണോ നിങ്ങളുടെ പാരന്റ്സിനോട് പറയാ, ഏതാണോ അവർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ QR കോഡ് കണ്ടോ, സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ? പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ റേറ്റും കാര്യങ്ങളും വരുന്നത്. അത് കൂപ്പൺ കോഡ് ഒക്കെ ആഡ് ചെയ്താൽ പിന്നെ കുറച്ചും കൂടെ കുറയാനുള്ള സാധ്യതയും ഉണ്ട്. അതാണ് മിസ് പറഞ്ഞത്, നമ്മുടെ ബാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. റെഡി? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാണ്. UPI സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വെരിഫൈ ആൻഡ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക, ബൈ നൗ കൊടുക്കുക. ലാസ്റ്റ് നിങ്ങൾ ഇത് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് കോണ്ടന്റ്സ് ഒക്കെ മക്കൾക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. സോ എല്ലാ മക്കളും ഫാൽക്കൺ ബാച്ചിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ കാണാം. ബൈ.